ഹായ്, എല്ലാവരും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോസ് എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കും, സുഖമായിരിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്കൊരു പാവക്ക മുളകിട്ടത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ ഇപ്പോൾ ഞാൻ ഇതൊക്കെ എടുത്ത് വെച്ചതിന് ശേഷമാണ് നിങ്ങളെ വീഡിയോ കാണിക്കാൻ വിചാരിച്ചത്. അത്രയും സമയം പോകണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. പാവക്ക കഴുകി വട്ടത്തിൽ അരിഞ്ഞതാണ് ഞാൻ. നിങ്ങളിഷ്ടത്തിൽ ഉള്ള പോലെ അരിയാം. അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും മുളകും ഇങ്ങനെ ചെറുതായിട്ടൊന്ന് തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതേ കാണാമോ? പിന്നെ കുറച്ച് കുഞ്ഞുള്ളി, തക്കാളി, ഒരു വലിയ തക്കാളി, 2 പച്ചമുളക്, കറിവേപ്പില, പുളി, നമ്മൾ സാമ്പാറിനൊക്കെ പിഴിയുന്ന പുളി, ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവ, കടുക്, കായം, വെളിച്ചെണ്ണ. ഇത്രയും ഇൻഗ്രീഡിയൻറ്റ് മതി. അപ്പോൾ നമുക്ക് പാവക്ക മുളകിട്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ ഡിയേഴ്സ്. പാവക്ക മുളകിടാനായിട്ട് ആദ്യമായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഒരു ചട്ടിയിൽ, ചീനച്ചട്ടിയിൽ, ഇരുമ്പ് ചട്ടിയിൽ, പാനിൽ എന്തായാലും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ ആ തേച്ച് വെച്ചിരിക്കുന്ന പാവക്ക ഇട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം. അധികം ഇതാകണ്ട, കുറച്ചൊന്ന് വാട്ടിയെടുക്കാം. എണ്ണയിലൊന്ന് വാട്ടിയെടുക്കാം. പാവക്ക വലുതായിട്ടൊന്നും ഭയങ്കരമായിട്ട് ഫ്രൈ ആകണ്ട. ആ പച്ചക്കളറൊന്ന് മാറിയാൽ മതി. അപ്പോൾ അത് പച്ചക്കളറൊക്കെ മാറി നമുക്കിത് കോരിയെടുക്കാം. എടുത്തേക്ക് വെച്ചെടുക്കാം കേട്ടോ. ചട്ടിയൊന്ന് ചൂടാകട്ടെ. അപ്പം നമ്മൾ ആ ഫ്രൈ ചെയ്ത എണ്ണയിൽ ചട്ടിയിലേക്ക് ഒഴിക്കുക. ആ എണ്ണ കളയണ്ടല്ലോ, നമുക്ക് ഉള്ളി വഴറ്റാനുണ്ടല്ലോ. പിന്നെ വേണമെങ്കിൽ എണ്ണ നമ്മൾ ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഈ എണ്ണ തന്നെ മതിയാവും. അപ്പം അതിലേക്ക് എണ്ണ ഇത്തിരി ആവശ്യമുള്ളവർക്ക് ഒഴിക്കാം, കുറച്ച് ഉള്ളവർക്ക് അത് മതി. കുറച്ച് കടുക് അതിനകത്തേക്ക് ഇട്ട്, അതുപോലെ കുറച്ച് ഉലുവയും ഇട്ട് ഞാൻ അതൊന്ന് പൊട്ടി വരട്ടെ. ഈ വഴറ്റാൻ വെച്ച സമയത്തിൽ നമുക്ക് കുറച്ച് ഉപ്പിടാൻ, കാരണം നമ്മൾ പാവക്കൊക്കെ ഓൾറെഡി ഉപ്പ് തേച്ചിട്ടാണ് ഫ്രൈ ചെയ്തേക്കുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിടാം. അപ്പോൾ ഞാൻ ഉപ്പിടാൻ പോയപ്പോഴാണ് പൂച്ച ഓടിക്കാൻ പോയത്. അപ്പം ഉപ്പ് നോക്കിയിട്ട് കുറച്ചും കൂടി ഇടണം. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ നിങ്ങളോട് പറയാൻ മറന്നു. ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഉപ്പും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ നമ്മൾ മധുരം ഇടണമല്ലോ. അപ്പോൾ കുറച്ച് പഞ്ചസാരയും ഇടുമ്പോൾ കറി ഒരു വേറെ ലെവലും ആയിരിക്കും, നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. അധികം ഇത് വെന്ത് സമയമൊന്നും എടുക്കണ്ട. അപ്പം 2 മിനിറ്റ് ഒന്ന് ഇങ്ങനെ അടച്ചു വെച്ച് കഴിക്കുക. എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ? ഇപ്പോൾ തന്നെ നോക്കിക്കുക, നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. കായത്തിൻ്റെയൊക്കെ നല്ല മണം, നല്ല സ്മെല്ല്. പിന്നെ ഒരു കളർ നോക്കിക്കുക, ഒരു മഞ്ഞ, ഒരു ചുവപ്പ്, തക്കാളിയുടെ, പച്ചമുളകിൻ്റെ ഒരു പച്ച, നല്ല കളർ കോമ്പിനേഷൻ, യെല്ലോ, റെഡ്, ഗ്രീൻ. നല്ലൊരു ഭംഗിയുണ്ട്. ഭംഗിയുള്ള പോലെ തന്നെ ടേസ്റ്റും ഉണ്ട്. 2 മിനിറ്റും കൂടി അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ.